ഹലോ, മീനാക്ഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മലന്തുളസീനെ പറ്റിയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. മലന്തുളസി എന്ന് ചില ഭാഗത്തേക്ക് പറയും, ഇവിടെയൊക്കെ കാട്ടുതുളസി എന്ന് പറയും. പിന്നെ ഈ തുളസി കൊണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കും. ഇതിൻ്റെ ഇലയും വേരൊക്കെ എല്ലാം കൂട്ടിയിട്ടാണ് എടുക്കുക. ഇതിൽ പിന്നെ ചുക്കും കുരുമുളക്, പിന്നെ ഗ്രാമ്പു ഇടും, ഏലക്കായ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലി നല്ലതാണ്, പൊടിയായാലും വേണ്ടില്ല, മല്ലി ഇട്ടാലും നല്ലതാണ് ചുക്ക് കാപ്പിക്ക്. നല്ല ജീരകം, പിന്നെ മല്ലി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മക്കുറവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിക്കൽ. അപ്പോൾ അതിൽ ക്ഷമിക്കണം. പിന്നെ ഇതെങ്ങനെ വേണമെന്ന് ഇങ്ങനെ വെച്ചാൽ പിന്നെ കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഇങ്ങനെ കഷായമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പനി ജലദോഷം പിന്നെ കഫക്കെട്ടിനൊക്കെ നല്ലൊരു മരുന്നാണ് ഇത്. ഞാനിവിടെ വന്ന് നിന്നിട്ട് എനിക്ക് കുട്ടിയാകുമ്പോഴേ എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിൻ പ്രദേശത്തായതുകൊണ്ട് മലന്തുളസി പറഞ്ഞ ഈ തുളസി ഇവിടെ നല്ലോണം ഉണ്ട്, കണ്ടുവരുന്നുണ്ട്. വീട്ടിലുണ്ട്, ചേച്ചിയുടെ വീട്ടിലുണ്ട്. ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഇതാണ്. ചെറുതാകുമ്പോഴേ എനിക്ക് ചേച്ചി ഓരോന്ന് പറഞ്ഞു തരും ഈ തുളസീനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറയും നല്ല തുളസിയല്ലേ എടുക്കുക എന്ന് പറഞ്ഞു. നല്ല തുളസി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ രാമതുളസി ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം.